ഇതോട് ചേർത്ത് ഇനി അമ്മ ജുസ് തീരാൻ 4 സൂറത്തുകളാണുള്ളത്. തക്ബീർ നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت. صدق الله. സൂറത്ത് തക്വീർ മക്കി സൂറയാണ്. പറയപ്പെടാറ് അവതരണക്രമത്തിൽ 7ാമത് അവതരിച്ച അധ്യായമായിട്ടാണ് സൂറത്ത് തക്വീർ പരിചയപ്പെടുത്തപ്പെടുന്നത്. അവതരണക്രമത്തിൽ 7ാമത്തെ അധ്യായം എന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത മറ്റു സൂറത്തുകളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ പലപ്പോഴും പറയുന്നതാണ്. തക്വീറും ഇൻഷിഖാഖും ഇൻഫിത്താറും എന്നീ 3 സൂറത്തുകൾ പരലോകം നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് ഓതിയാൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പത്രത്തോളം പരലോകത്തെ ദൃശ്യമാകും വിധം വിശദീകരിക്കുന്ന സൂറത്തുകളാണ്. ലോകാവസാനം, പരലോകം, അവിടുത്തെ വിചാരണ, അതിനുശേഷമുള്ള സ്വർഗനരകങ്ങൾ, ഈ 3 സംഗതികളാണ് ഈ 3 സൂറത്തുകളിൽ കൃത്യമായി ഊന്നൽ കൊടുക്കുന്നത് എന്നതുകൊണ്ടാണ് പരലോകം നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി 3 സൂറത്തുകൾ പാരായണം ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ അതാണ് മക്കി കാലഘട്ടത്തിൻ്റെ ആദ്യത്തിൽ അവതരിച്ച സൂറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കയിലെ ജനങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കുക എന്ന പ്രഥമ ലക്ഷ്യമാണ് ഈ സൂറത്തിൻ്റെ ലക്ഷ്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ അവരെ പരലോകബോധം ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാവും, ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പ്രയാസകരമായിരിക്കും. അപ്പോൾ തുടക്കത്തിലെ ഒരു 3-4 ആയത്തുകൾ ലോകാവസാനത്തിൻ്റെ സന്ദർഭത്തെ കൃത്യമായി വിശദീകരിക്കുന്നതാണ്. അതിലാണ് ഒന്നാമത്തേത് ഇദ ശംസു കുവ്വിറത്ത്. കവ്വറ, തക്വീർ എന്നത് ഈ പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. കവ്വറയുടെ മസ്ദർ എന്നാണ് പറയുക തക്വീർ. കവ്വറ എന്ന് വെച്ചാൽ ചുരുട്ടുക എന്നാണ് പദത്തിൻ്റെ അർത്ഥം. വൈദ ശംസു കുവ്വിറത്ത്. അപ്പം എന്തായിരിക്കും അർത്ഥം? സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ. സൂര്യൻ എങ്ങനെ ചുരുട്ടുക? സൂര്യനെ ചുരുട്ടാൻ പറ്റുമോ എന്നാണ്. സൂര്യനെ ചുരുട്ടാൻ പറ്റുമോ? സൂര്യൻ. അപ്പോൾ ഇവിടെ തക്വീറുൽ അമാമ എന്ന് പറഞ്ഞിട്ട് അറബിയിലൊരു പ്രയോഗമുണ്ട്. അമാമത്ത്, ഈ തലപ്പാക്കെട്ടുണ്ടല്ലോ, തലപ്പാക്കെട്ട് നമ്മളിങ്ങനെ കാണുന്നത് കുറച്ച് ഒരു റൗണ്ടായി കെട്ടിവെച്ചിരിക്കുന്നു. അതിൻ്റെ നീളം എത്ര ഉണ്ടാവും? സാധാരണ ഈ തലപ്പാക്കെട്ട് കെട്ടുന്ന അറബികൾ പണ്ട് കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ, കാരണം അവരിങ്ങനെ ദീർഘദൂര യാത്രകൾ ചെയ്യുമല്ലോ, അപ്പോൾ അവർ കെട്ടി ശീലിച്ചതായിരുന്നു എന്നാണത്. കാരണം അതിന് കഫൻ പുടവയുടെ നീളം ഉണ്ടാവും. കഫൻ പുടവയാണത്. ഞങ്ങളുടെ യാത്രാമധ്യേ ഞങ്ങൾ മരണപ്പെട്ടാൽ ഈ തുണി കൊണ്ടാണ് ഞങ്ങളുടെ ജനാസ കഫൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന തുണിയാണ് അവർ അത് ചുരുട്ടി തലയിൽ കെട്ടി നടന്നിരുന്നത്, യാത്ര ചെയ്തിരുന്നത് എന്നാണ് പണ്ടുകാലത്തുള്ള പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഒക്കെ നാടുനീളെ. കാരണം ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. 1-2 ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ മടങ്ങി സ്വന്തം നാട്ടിലേക്ക് വരിക. അപ്പോൾ ആ കാലയളവിൽ അവർ മരണപ്പെട്ടേക്കാം. അപ്പോൾ അത് കഫൻ ചെയ്യുന്നത് തങ്ങളുടെ തലയിൽ കെട്ടിയിരിക്കുന്ന ഈ തുണി കൊണ്ടായിരിക്കണം എന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ചുരുട്ടി വെക്കുന്നതിനാണ്, ആ തുണി ഇങ്ങനെ ചുരുട്ടി തലയിൽ കെട്ടുന്നതിനാണ് തക്വീർ എന്ന് പറയാൽ. അമാമ, തലപ്പാവ് ചുരുട്ടുക. അപ്പോൾ സൂര്യൻ ചുരുട്ടപ്പെട്ടു എന്ന് പറഞ്ഞാലോ? സൂര്യൻ ചുരുട്ടപ്പെട്ടു.
സൂര്യന്റെ എന്തായിരിക്കും ചുരുട്ടപ്പെടുക? സൂര്യൻ പ്രപഞ്ചത്തിൽ മുഴുവൻ പരത്തുന്നത്, വ്യാപിപ്പിക്കുന്നത് അതിൻ്റെ പ്രകാശമാണ്. സൂര്യന്റെ പ്രകാശമാണ് പ്രപഞ്ചത്തിൽ വ്യാപിപ്പിക്കുന്നത്. ആ പ്രകാശം ചുരുട്ടിയെടുക്കും. അത് പ്രകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. ഇരുട്ടിൽ മനുഷ്യന് എത്രത്തോളം ജീവിക്കാൻ കഴിയും? എത്ര ദിവസം ജീവിക്കാൻ കഴിയും? സൂര്യൻ ഉദിക്കുന്നില്ല, കറണ്ടും ഇല്ല, എത്ര ദിവസം ജീവിക്കും? എത്ര ദിവസം മുന്നോട്ട് പോകും? ഇനി സോളാറാണെങ്കിൽ പോലും സൂര്യനില്ലാതെ സോളാറും വർക്ക് ചെയ്യില്ലല്ലോ. എത്രയൊക്കെ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതിനും ഒരു പരിധി ഉണ്ടാവും. അപ്പൊ സൂര്യൻ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തം, ഡ്യൂട്ടി എന്നുള്ളത് വഹാജ എന്ന് പറയുന്നത്, സിറാജവും വഹാജ, അത് പ്രകാശം നൽകുന്നു, വിളക്കായിട്ട് വർത്തിക്കുന്നു. പ്രകാശവും ആവശ്യമാകുന്ന താപവും ചൂടും നൽകുന്നുണ്ട്. സൂര്യന്റെ താപമേൽക്കാതെ ഒരു സസ്യങ്ങൾക്ക് പോലും മുളയ്ക്കാൻ കഴിയില്ല. സൂര്യന്റെ ചൂട് വേണം, അതിൻ്റെ പ്രകാശം വേണം. ഇതൊക്കെ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും ഒരു പരിധി ഉണ്ടാവും. അപ്പൊ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പോലും, മനുഷ്യന്റെ ജീവന് പോലും സൂര്യന്റെ ചൂടും താപവും അതിന്റെ വെളിച്ചവും ഒക്കെ അനിവാര്യമാണ്. ഇത് അള്ളാഹു തിരിച്ചെടുത്താൽ എന്ത് സംഭവിക്കുമോ അതിനെക്കുറിച്ചാണ് വൈദശംസു കുവ്വിറത്ത് എന്ന് പറഞ്ഞത്. സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ, അതിന്റെ സൂര്യന്റെ പ്രകാശത്തെ അള്ളാഹു പിൻവലിച്ചാൽ, വഇദൻ നുജൂമു ഇൻകദറത്ത്, നമ്മൾ മുമ്പും ഇൻതസറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾ അടർന്നു വീഴുക, ഉതിർന്നു വീഴുക. ഇൻഖദറയ്ക്ക് അത് കെട്ടുപോവുക എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. പ്രകാശം, നക്ഷത്രങ്ങൾ കെട്ടുപോവുക. അപ്പൊ നക്ഷത്രങ്ങൾ കെട്ടുപോയെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ഓരോ സംവിധാനങ്ങളും മെല്ലെ മെല്ലെ ഓഫാക്കുന്നു, അള്ളാഹു ഓഫാക്കി വെക്കുന്നു എന്നതാണ് ഓരോന്നും. വഇദൽ ജിബാലു സുയ്യിറത്ത്, മൂന്നാമത്തേത് പർവ്വതങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. സൂര്യൻ, നക്ഷത്രങ്ങൾ, ഇനി പർവ്വതങ്ങൾ. സാറ യസീറു എന്ന് പറഞ്ഞാലോ, സയ്യാറത്ത്. എന്താ സയ്യാറത്ത്? കാറിന് സയ്യാറത്ത് എന്നുള്ള പദം വരാനുള്ള കാരണം എന്താ? ചലിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്, സഞ്ചരിക്കുന്നത്. ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ സയ്യാറത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പദം. വന്ന് കാറുണ്ടായിട്ടാണോ സയ്യാറത്ത് എന്ന് ഉപയോഗിച്ചത്? സൂറത്ത് യൂസുഫിലുണ്ട് സയ്യാറ. അന്ന് യാത്രാ സംഘം എന്ന അർത്ഥത്തിലാണ് സയ്യാറത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതിങ്ങനെ അവർ നീങ്ങിക്കൊണ്ടേയിരിക്കുകയുള്ള യാത്രാ സംഘം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതുകൊണ്ടാണ് സയ്യാറ എന്ന് പറയുക. അപ്പൊ ഇവിടെ സാറ സഞ്ചരിച്ചു എന്നാണ്. സയ്യാറ എന്ന് വെച്ചാൽ സഞ്ചരിപ്പിച്ചു. സുയ്യിറത്ത്, സഞ്ചരിപ്പിക്കപ്പെട്ടാൽ എന്ന് വെച്ചാൽ അള്ളാഹു അതിനെ ചലിപ്പിക്കുന്നു. അപ്പോൾ പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെട്ടാൽ, പർവ്വതങ്ങൾ ചലിക്കോ? ഉറച്ചിരിക്കല്ലേ? ഉറച്ചു നിൽക്കുന്നു, നല്ല ഭാരമുള്ളതാണ്, മുകളിലുള്ളതിനേക്കാളും കൂടുതൽ ഭൂമിക്ക് അടിയിലേക്കുണ്ട് എന്നാണ്, ആണി പോലെ എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെയുള്ള പർവ്വതം എങ്ങനെയാണ് പറക്കുക? അല്ല, മറ്റ് ഗ്രഹങ്ങളിലും ചൊവ്വയിലേക്ക് പോയിട്ട് മനുഷ്യന്മാരിങ്ങനെ പറക്കുന്നതല്ല. ഭൂമിയിൽ നമ്മൾ കാലുറപ്പിച്ച് വെക്കുന്നു, പക്ഷേ വേറെ ഇടത്തേക്ക് പോകുമ്പോൾ കാലുറപ്പിക്കാൻ പറ്റാതെ ഇങ്ങനെ പറന്ന് കിടക്കുന്നു. ഗുരുത്വാകർഷണമാണ്. അപ്പം ഭൂമിയുടെ ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ടാൽ ഈ പർവ്വതങ്ങൾ, ഉറച്ചു നിൽക്കുന്ന ഭാരമുള്ള പർവ്വതങ്ങൾ പോലും അതിൻ്റെ ഭാരം നഷ്ടപ്പെട്ട് പ്രപഞ്ചത്തിൽ ഇങ്ങനെ പറക്കാൻ തുടങ്ങും. അപ്പം നിലവിലുള്ള ഭൂമി ആയിരിക്കില്ല അന്നത്തെ ഭൂമി, ലോകാവസാനം ആരംഭിച്ചു കഴിഞ്ഞാലുള്ള ഭൂമി. നാലാമത്തേത് വൈദൽ ഇഷാറു ഉത്തിലത്ത്. ഇഷാർ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾക്കാണ് ഇഷാർ എന്ന് പറയാം. ഉത്തിലത്ത് എന്ന് പറഞ്ഞാൽ ഉത്തില എന്ന് പറയാറുണ്ട്. സ്കൂൾ ഉത്തിലയാണ്. അവധി എന്നതിനെന്തായിരിക്കും പറയാ? അവധിക്ക് അവധി എന്ന് പറയണത് എന്തിനാ? അവധിക്ക് അവധി എന്ന് പറയണത് അന്ന് വെറുതെ ഇരിക്കുന്നു എന്നാണല്ലോ, ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അതാണ് അത്തല എന്നുള്ള വാക്ക് നൽകുന്നത്. നിഷ്ക്രിയനായിരിക്കുക, ഒരു പണിയെടുക്കാതെ ഇരിക്കുന്നതിനാണ് അത്തല എന്ന് പറയാം. വൈദൽ ഇഷാറു ഉത്തിലത്ത്. അപ്പം അന്ന് പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവർ ഗൗനിക്കാതെ, പരിഗണിക്കാതെ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാകും. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇവിടെ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളെ പറഞ്ഞതിൻ്റെ കാരണം? അറബികളും പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളും അന്ന് ഇന്നത്തെ നമ്മളുടെ ഏറ്റവും കൂടിയ സ്വത്ത് ഏതാണോ അതിനേക്കാളൊക്കെ അവർക്ക് അന്ന് വിലയുള്ളത് ഈ പറഞ്ഞ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളായിരുന്നു എന്നാണ്. ഏറ്റവും വിലയുള്ളത്. ഇന്നത്തെ ബെൻസോ, BMW, അതിന് മുകളിൽ എന്താ ഉള്ളത്? ലംബോർഗിനിയോ, ഇനി അതിന് മുകളിൽ വേറെന്തുണ്ടോ? ഇതൊന്നും
ഇതിനേക്കാളൊക്കെ അമൂല്യമായിരുന്നു. അന്നത്തെ അറബികളുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്ന ഒട്ടകമായിരുന്നു. ഒട്ടകത്തിൽ പ്രത്യേകിച്ചും പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളായിരുന്നു. അപ്പൊ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മളേതെങ്കിലും നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സംഗതികൾ നമ്മൾ ഉപേക്ഷിക്കോ? ഇനി അഥവാ ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഏത് സന്ദർഭത്തിലായിരിക്കും? ഒന്നുകിൽ നമ്മൾ അബോധാവസ്ഥയിൽ കിടക്കണം, അല്ലെങ്കിൽ പേടിച്ച് ജീവനും കൊണ്ട് ഓടുന്ന സന്ദർഭത്തിലായിരിക്കണം. അത്രത്തോളം ഭയപ്പാടോടെ ഓടിപ്പോകുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം ലോകാവസാന സന്ദർഭത്തിൽ ഈ പ്രപഞ്ചത്തിൽ സംജാതമാകും. അപ്പം അതുകൊണ്ടാണ് സൂര്യനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും ഇപ്പോൾ മനുഷ്യന് ഏറ്റവും വിലപ്പെട്ട പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളെ പോലും അവർ ഒഴിവാക്കും, ഉപേക്ഷിച്ചിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു പശ്ചാത്തലമാണ് ആ ഘട്ടം എന്ന് പറഞ്ഞ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. വൈദൽ വുഹൂഷു ഹുഷിറത്ത്. വഹ്ഷി എന്നിട്ടില്ലേ? വഹ്ഷി ആരാ? വഹ്ഷി വന്യമൃഗങ്ങൾക്കാണ് വഹ്ഷി വുഹൂഷ് എന്ന് പറയണം. കാടന്മാർക്കാണ് വഹ്ഷി എന്ന് പറയാ. കാടൻ സ്വഭാവമുള്ളവർ. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് ആ പേര് മാറ്റപ്പെട്ടു എന്നാണ്. വഹ്ഷി എന്നുവെച്ചാൽ കാടൻ സ്വഭാവമാണ്, കാട്ടുമൃഗങ്ങളുടെ സ്വഭാവം. വഹൂഷ് എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ. വന്യമൃഗങ്ങൾ ഹഷറ, അതിൽ നിന്നാണ് മഹ്ഷർ വന്നത്. മഹ്ഷർ സമ്മേളിക്കുന്ന ഇടം എന്നാണ് മഹ്ഷർ, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഇടം. ഹഷറ എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂട്ടുക. മഹ്ഷർ സൂറത്തുൽ ഹഷറുണ്ട്. മഹ്ഷർ അതാണ്. ഹുഷിറ എന്ന് പറഞ്ഞാൽ സമ്മേളിക്കപ്പെടുക, ഒരുമിച്ച് കൂട്ടപ്പെടുക. വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഇതിനെന്താ പ്രസക്തി? വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഇപ്പം എന്താ കുഴപ്പം? വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂടിയെന്ന് വെച്ചാൽ അവിടെ വന്യമൃഗങ്ങൾ മാത്രമല്ലല്ലോ, സിംഹം ഉണ്ടാവും, കടുവ ഉണ്ടാവും, വേട്ടനായ ഉണ്ടാവും, അതോടൊപ്പം ഇപ്പുറത്ത് ആടുണ്ടാവും, പശു ഉണ്ടാവും, കോഴി ഉണ്ടാവും, പൂച്ച ഉണ്ടാവും, മാനുണ്ടാവും, മുയലുണ്ടാവും. അങ്ങനെ തുടങ്ങിയ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും മൃഗങ്ങളും, ഒരു കാട്ടിൽ എല്ലാ ജീവികളും ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരു സിംഹവും ഒരു മുയലും തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും മുയലിന്റെ അവസ്ഥ? അല്ലേ? പാമ്പുണ്ടാവും, തേളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിൽ, ഈ പശ്ചാത്തലത്തിൽ ഇതൊക്കെ സമ്മേളിക്കുമെന്നാണ്. ഈ പശ്ചാത്തലത്തിൽ ആടും ഉണ്ടാവും, അവിടെ സിംഹം ഉണ്ടാവും, കടുവയുണ്ടാവും, കരടി ഉണ്ടാവും, പാമ്പും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ പരസ്പരം ഒന്നും ഉപദ്രവിക്കില്ല, പരസ്പരം കടിച്ചു കീറില്ല, ആക്രമിക്കില്ല. കാരണം അങ്ങനെ ആക്രമിക്കാനുള്ള ഒരു ചിന്താഗതി ആ സമയത്ത് ഉണ്ടാവില്ല. അത്രത്തോളം വെച്ചാൽ മൃഗങ്ങൾ പോലും, വന്യമൃഗങ്ങൾ പോലും തങ്ങളുടെ സ്വയരക്ഷ മാത്രം കാണുന്ന, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. സ്വയരക്ഷ മാത്രമേ നോക്കുള്ളൂ. വന്യമൃഗങ്ങൾ പോലും, അപ്പം പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണോ? വന്യമൃഗങ്ങൾ പോലും അങ്ങനെയാണെങ്കിൽ, മൃഗങ്ങൾ ചിലപ്പോൾ മനുഷ്യർക്ക് മുമ്പേ ഓടും. മൃഗങ്ങൾക്ക് അങ്ങനെ ചില കഴിവുകൾ ഉണ്ട് എന്നാണല്ലോ. വരാൻ പോകുന്ന അപകടത്തെ ചിലപ്പോൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മൃഗങ്ങൾ പോലും മറ്റുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കാതെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന സന്ദർഭം. വഇദൽ ബിഹാറു സുജിറത്. ബഹർ സമുദ്രം, കടൽ, കടലുകൾ, സമുദ്രങ്ങൾ. സുജിറത്ത്, സിജാറത്ത് എന്നാ പറയാ സിഗരറ്റിന്, സിജാറ. സജ്ജറ, തസ്ജീർ, അടുപ്പ് കത്തിക്കുന്നതിനൊക്കെയാണ് ആ പദം ഉപയോഗിക്കുക, സജ്ജറ. അപ്പൊ സുജിറത്ത് കത്തിക്കപ്പെടും. എന്ത്? സമുദ്രം. വെള്ളമുള്ള കടൽ കത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? കത്തിക്കാൻ വന്നു കഴിഞ്ഞാൽ എത്ര തീപ്പെട്ടിട്ട് വരയ്ക്കും? അതാണ് H2O ആണല്ലോ, ഹൈഡ്രജനും ഓക്സിജനുമാണ്. കത്തുന്ന രണ്ട് പദാർത്ഥങ്ങൾ വെച്ചിട്ട് അള്ളാഹു വെള്ളത്തെ ഉണ്ടാക്കി. ലോകാവസാനമാകുമ്പോൾ ആ രണ്ട് പദാർത്ഥങ്ങളും വേർപിരിയും, ഹൈഡ്രജനും വേർപിരിയും, ഓക്സിജനും വേർപിരിയും. അപ്പോൾ അത് കത്താൻ ഉപയോഗിക്കുന്ന വസ്തുവായിട്ട് മാറും. മാറിക്കഴിഞ്ഞാൽ പിന്നീട് തീ അണയ്ക്കുന്നതാണോ, ആളിക്കത്തിക്കുന്നതാവോ? ആളിക്കത്തും. വൈദൽ ബിഹാറു സുജിറത്ത്. സാഗരങ്ങൾ പോലും, സമുദ്രങ്ങൾ പോലും കത്തിജ്വലിക്കുന്ന, കത്തിക്കപ്പെടുന്ന ഒരു സന്ദർഭമായിരിക്കും ഇത്. അപ്പൊ ഇത്രയും ആയത്തുകളാണ്
ലോകാവസാനത്തിൻ്റെ സന്ദർഭത്തെ ഊന്നിപ്പറയുന്ന ആയത്തുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, സൂര്യനെ കുറിച്ചാണ്. സൂര്യൻ അതിൻ്റെ പ്രകാശത്തെ പിൻവലിക്കും. രണ്ടാമത്തേത്, നക്ഷത്രങ്ങളും അതിൻ്റെ വെളിച്ചം കെട്ടുപോകും, ചിലപ്പോൾ അത് അടർന്നു വീഴും. രണ്ടർത്ഥവും അതിനുണ്ട്. അത് ഇളകി വീഴും, അതിൻ്റെ വെളിച്ചം കെട്ടുപോവുകയും ചെയ്യും. മൂന്നാമത്തേത്, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടും, സഞ്ചരിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ ഗുരുത്വാകർഷണം നഷ്ടപ്പെടുകയും ഭാരമേറിയ പർവ്വതങ്ങൾ പോലും ഇങ്ങനെ പാറി നടക്കുകയും ചെയ്യും. 4, മനുഷ്യന് ഏറ്റവും വിലയേറിയ വസ്തുക്കളെ പോലും ഒഴിവാക്കപ്പെടും, ഉപേക്ഷിക്കപ്പെടും. ഇവിടെ പൂർണ്ണഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും ഉപേക്ഷിക്കപ്പെടും. 5, വന്യമൃഗങ്ങളും അല്ലാത്ത മൃഗങ്ങളും എല്ലാം കൂടി സമ്മേളിച്ചാൽ പോലും മറ്റൊരാളെ ഉപദ്രവിക്കണമെന്നോ മറ്റൊരാളെ ശ്രദ്ധിക്കണമെന്നോ തോന്നാത്ത വിധം സ്വന്തം രക്ഷ മാത്രം എല്ലാവരും നോക്കുന്ന ഒരു സന്ദർഭം. 6, പർവ്വതങ്ങൾ കത്തിക്കപ്പെടും. സമുദ്രങ്ങൾ കത്തിക്കപ്പെടും. അപ്പൊ ഇതാണ് ആ ലോകാവസാനത്തിന്റെ പശ്ചാത്തലം. അപ്പം തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. ആകാശമില്ല, ഭൂമിയില്ല, പ്രപഞ്ചമില്ല, പ്രകൃതിയില്ല, ഒന്നുമില്ല, എല്ലാം തകിടം മറിഞ്ഞു. പിന്നെ മനുഷ്യവാസം സാധ്യമാകുമോ? മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? നിലയുറപ്പിക്കാൻ കഴിയുമോ? പർവ്വതങ്ങൾ പറക്കുകയാണെങ്കിൽ നമ്മളും അതോടൊപ്പം പറക്കിയിരിക്കുമല്ലോ. പർവ്വതത്തിന് ഉറച്ചു നിൽക്കാൻ ഈ ഭൂമിയിൽ സാധ്യമാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ഭൂമിയിൽ ഉറച്ചു നിൽക്കുക? ഉറച്ചു നിൽക്കില്ല. ഉറച്ചു നിൽക്കാതെ അങ്ങനെ പറന്നു കിടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുകളിൽ നിന്ന് നക്ഷത്രം വന്ന് തലയിലേക്ക് വീഴുന്നത്. നക്ഷത്രം വന്ന് തലയിലേക്ക് വീഴുമ്പോഴായിരിക്കും കടല് കത്തിച്ചൊലിച്ചിങ്ങനെ നിൽക്കുന്നത്. അതോടുകൂടി എല്ലാം നാമാവശേഷമായെന്നാണ്. അപ്പോൾ അതോടുകൂടി തീർന്നു. എന്നിട്ടാണ് പിന്നീട് അടുത്ത ഘട്ടം. ചിലപ്പോൾ ഭൂമിയിലുള്ള സർവ്വതും അവസാനിച്ചു, പിന്നീടുള്ളൊരു തരിശായ ഭൂമി മാത്രമായി മാറി. എന്നിട്ടാണ് രണ്ടാം ഘട്ടം. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. വൈദൻ നുഫൂസു സുവിജത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടം. അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഘട്ടമാണ്. കുഴിമാടങ്ങളിൽ നിന്നും എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ശരീരവും ആത്മാവും തമ്മിൽ സമ്മേളിക്കുന്ന സന്ദർഭം. അതാണ് വൈദൻ നുഫൂസ്. നുഫൂസ് എന്ന് പറഞ്ഞാൽ ആത്മാവുകൾ സുവിജത്ത്, ഇണചേരപ്പെടുന്ന, കൂട്ടിയിണക്കപ്പെടുന്ന. സൗവജാന്ന് വിവാഹം കഴിച്ചില്ലേ, സൗവജിത്തുക്ക എന്ന് പറയുമല്ലോ, വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനാണ് പറയുക. സൗജ് ഇണ എന്നാണ്. അപ്പൊ ഇവിടെ ശരീരവും ആത്മാവും തമ്മിൽ വീണ്ടും വിവാഹത്തിൽ ഏർപ്പെടും. അത് സമ്മേളിക്കും, ഒരുമിച്ച് ചേരും. ശരീരത്തിനെയും ആത്മാവിനെയും. ചിലരൊക്കെ വിവാഹ ഖുത്ബയിലൊക്കെ ഈ ആയത്ത് വന്ന് കേട്ടിട്ടുണ്ട്. വിവാഹ ഖുത്ബകളിൽ പോലും വൈദൻ നുഫൂസ് സുവിജത്, പരലോകത്തെ കാര്യമാണ്. മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ശരീരവും ആത്മാവും ഖബറിൽ വെച്ച് ഒന്ന് ചേരുമോ ഇല്ലയോ എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. രണ്ടഭിപ്രായവും പറയുന്നുണ്ട്. ഖബറിലെ ശിക്ഷ അനുഭവിക്കുന്നത് ശരീരത്തിന് മാത്രമാണോ, ആത്മാവ് ഉണ്ടാകുമോ? ചില ആയത്തുകൾ ആത്മാവും ഉണ്ട് എന്ന് തന്നെയാണ് ചില ആയത്തുകൾ തെളിയിക്കുന്നതെന്നാണ്. എന്തായാലും മഹ്ശറിൽ ഒരുങ്ങുന്നതിന് മുമ്പ്, സമ്മേളിക്കുന്നതിന് മുമ്പ് ശരീരത്തെയും പഴയ ശരീരത്തെയും ആത്മാവിനെയും അള്ളാഹു ഒരുമിപ്പിക്കും. അത് കൂട്ടി ഇണക്കപ്പെട്ടിട്ട് വഇദൽ മൗഊദത്തു സുഇലത്, അതാണ് ഇതിലെ ഹൈലൈറ്റ് ആയത് എന്ന് പറയുന്നത്. വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഇനി അവിടെ പരലോകത്തുള്ള മഹ്ശറിലെ വിചാരണയിലുള്ള ചോദ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നേരെ പ്രബോധനത്തിൻ്റെ ആരംഭഘട്ടത്തിലായതുകൊണ്ടും ജാഹിലിയ കാലഘട്ടത്തിൽ മക്കക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ ഒരു തെറ്റാണ് എന്ന് പോലും തോന്നാത്ത വിധത്തിൽ അവർക്കിടയിൽ പ്രചരിച്ചിരുന്ന ഒരു തിന്മയാണ് ഇവിടെ ഖുർആൻ എടുത്തു കാണിച്ചിട്ട് അവരെ തിരുത്താൻ ശ്രമിക്കുന്നത്. ഏതുപോലെ ഇന്നിപ്പോൾ പലിശ എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ എന്താണ്? ഒരു തിന്മയാണ്. പക്ഷേ അത് എല്ലായിടത്തും പ്രചരിച്ചതുകൊണ്ട് അത് വാങ്ങിക്കുന്നതോ കൊടുക്കുന്നതോ എടുക്കുന്നതോ ലോൺ എടുക്കുന്നതോ ഒന്നും ഒരു തിന്മയായിട്ട് പോലും തോന്നാത്ത വിധം അനുവദനീയമായതുപോലെ ആയിത്തീർന്നത് പോലെ അവർക്കിടയിൽ ഒരാൾ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക പോലും ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ പറയാൻ പേടിച്ചിരുന്ന ഒരു സംഗതിയാണ് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം എന്നത്. പറയപ്പെടുന്നത് പ്രസവത്തിൻ്റെ സമയമായാൽ പിതാവ് ഒരു കുഴി കുഴിച്ചിട്ടാണ് പ്രസവത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കുഴിയിലേക്ക് ഇടുക, മൂടുക. ഇനി ആരെങ്കിലുമൊക്കെ വീട്ടിലുള്ള ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ എതിർത്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത പ്രായം വരെ മനസ്സോടെ ആ പിതാവ് വളർത്തും. എന്നിട്ട് അകലെ എവിടെയെങ്കിലും കൊണ്ട് ഒന്നുകിൽ കിണറ്റിലെറിയും, അതല്ലെങ്കിൽ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു കുഴി കുഴിച്ച് അതിലിട്ട് ജീവനോടെ മൂടും.
അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ചിലരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് നേർക്ക് നേരെ താൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരിച്ച് നബി കരഞ്ഞ് താടിരോമങ്ങൾ പോലും കുതിരുന്ന വിധത്തിൽ നബി കരഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാം. കാരണം അത്രത്തോളം ഒരു തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തടയണമല്ലോ, വീട്ടിലുള്ളവർ തടയണം. ഒന്നുകിൽ ഈ പിതാവിന് തെറ്റാണ് എന്ന് തോന്നി അയാൾ മാറി നിൽക്കണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും അതിനെ എതിർക്കണം, അതുമല്ലെങ്കിൽ സമൂഹമെങ്കിലും ഇവരെ ഒറ്റപ്പെടുത്തണം, അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുത്തണം. ഈ മൂന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സമൂഹത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലോ. വ്യക്തിക്ക് തെറ്റാണ് എന്ന് തോന്നുന്നില്ല, ആ കുടുംബത്തിന് അങ്ങനെ തോന്നുന്നില്ല, സമൂഹം തന്നെ ഈ ഒരു തെറ്റിനെ പിന്താങ്ങുന്നവരായി മാറി. അപ്പോഴും 100% ആളുകളും ഇതിനെ അനുകൂലിക്കുന്നവരാണ് എന്നും അർത്ഥമില്ല. ചില ന്യൂനപക്ഷം ഇതിനെ എതിർക്കുന്നവരും ഇത് ഇഷ്ടപ്പെടാത്ത ആളുകളുമായിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ എന്തായിരിക്കും കാരണം? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിന്റെ കാരണം എന്തായിരിക്കും? അങ്ങനെ ഒരു പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടപ്പെടേണ്ടവരാണ്, ജനിക്കേണ്ടവരല്ല എന്നൊരു കാഴ്ചപ്പാട് വരാനുള്ള കാരണം എന്താ? ഈ അടുത്ത കാലത്ത് വരെ നമുക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ ഭ്രൂണഹത്യ നടത്തൽ. അത് വേറൊരു സംഗതിയാണ്. ഇത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണഹത്യ നടത്തുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അടുത്ത കാലം വരെയും. ഇപ്പോഴുള്ളത് സ്കാനിങ് നടത്തുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് പറയരുത് എന്നുള്ള നിയമം വന്നത് അതിന് ശേഷമല്ല നിന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കണം ഇതിന്റെ കാരണം എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ കാരണം? ഒന്ന് എന്നുവെച്ചാൽ പണ്ടുകാലം എന്ന് പറയുന്ന ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ട കാലമായിരുന്നു. എല്ലാവരെയും പോറ്റുക എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന കുടുംബത്തിനെ കൊണ്ട് താങ്ങാനാവാത്തതാണ്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെ പണിക്ക് വിടാം. ഇനി ഏതെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ യുദ്ധത്തിൽ പങ്കെടുത്തോളും. അപ്പം അതുകൊണ്ട് ആൺകുട്ടികളെ വളർത്തുകയും പെൺകുട്ടികളെ കൊല്ലുകയും ചെയ്തിരുന്നതിൻ്റെ ഒരു കാരണം ദാരിദ്ര്യമായിരുന്നു എന്നാണ് ജാഹിലിയ കാലഘട്ടത്തിൽ. രണ്ടാമത്തേതും അവരുടെ കച്ചവട ബിസിനസ് സംരംഭങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ദീർഘദൂര യാത്രകളായിരുന്നു. മാസങ്ങളോളം, ചിലപ്പോൾ ഈ വർഷം ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വർഷത്തോളം ജമ്മും കസറും നമസ്കാരമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകളുണ്ട്. ഞങ്ങൾ 1 വർഷം ജമ്മും കസറും ആക്കിയിരുന്നു നിസ്കാരം. കാരണം എന്താ? ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് കച്ചവടത്തിന് യാത്ര പോവുകയാണ്, എല്ലായിടത്തും പോയി കറങ്ങി അവസാനം തിരിച്ച് മക്കയിൽ എത്തുമ്പോൾ 1 വർഷമാവും. യാത്രക്കാരനായിരിക്കെ ജമ്മും കസറും ആക്കാമല്ലോ. അപ്പൊ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ 1 വർഷം കഴിയുന്നു. അപ്പൊ അങ്ങനെയുള്ള കച്ചവട യാത്രകളായിരുന്നു ഉണ്ടായിരുന്നത്. പുരുഷന്മാരായിരുന്നു ഇത്തരം കച്ചവട യാത്രകൾ നടത്തിയിരുന്നത്. ഇനി ആ കാലഘട്ടത്തിലെ ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുതയും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പരസ്പരം കലഹിക്കുന്ന, യുദ്ധം ചെയ്യുന്ന ഗോത്രങ്ങളായിരുന്നു. നിസ്സാര കാര്യം മതി, ഒരു കോഴിയുടെ മുട്ട പൊട്ടിച്ചാൽ അതിന് യുദ്ധമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെടാത്ത അനിഷ്ടകരമായതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യുദ്ധമാണ്, പറഞ്ഞു തീർക്കലില്ല. അടിച്ചു തീർക്കുക, കൊന്നു തീർക്കുക എന്നൊരു സമ്പ്രദായമായിരുന്നു. അപ്പം അങ്ങനെ യുദ്ധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗോത്രങ്ങൾ തമ്മിൽ നടക്കും. അപ്പോഴും യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് പുരുഷന്മാരാണ് എന്നതുകൊണ്ടും അവർ സ്ത്രീകളെ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നായിരുന്നു മറ്റൊരു കാരണമായി പറയുന്നത്. പിന്നൊന്ന്, യുദ്ധം നടക്കുമ്പോൾ ചിലപ്പോൾ യുദ്ധത്തടവുകാരായിട്ട് സ്ത്രീകളെയാണ് പിടിച്ചുകൊണ്ട് അത് ഒരു അപമാനമായി കാണുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പം ഇങ്ങനെ പല കാരണങ്ങളാണ്. പല കാരണങ്ങൾ മൂലം അറബികളുടെ ഒരു നാട്ടുനടപ്പായിരുന്നു. അവർ തന്നെ പൊതുവെ അംഗീകരിച്ചതായിരുന്നു, അല്ലെങ്കിൽ അവർക്കിടയിൽ അവർ തിരുത്താത്ത ഒന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തുന്നതിന് വേണ്ടി തുടക്കത്തിൽ തന്നെ മുമ്പോട്ട് വന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യങ്ങൾ പോലും എടുത്തു പറഞ്ഞു. ഈ കുട്ടികളെ കൊല്ലുന്ന കാര്യം നമ്മൾ സൂറത്ത് ഇസ്രായിൻ്റെ ആ സന്ദർഭം, ലാ തഖ്തുലൂ ഔലാദക്കും ഖശ്യത ഇംലാഖിൻ എന്ന് പറഞ്ഞല്ലോ, നഹ്നു നർസുഖുഹും വയ്യാക്കും, നിങ്ങൾക്കും അവർക്കും അന്നം നൽകുന്നത് നാം ആയതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത്. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ കൊല്ലരുത് എന്നുള്ള കൽപ്പന പോലും പരിശുദ്ധ ഖുർആനിലുണ്ട്. അന്നം നൽകുന്നത് അല്ലാഹുവാണ്. അപ്പൊ ദാരിദ്ര്യം ഭയക്കാനുള്ളതല്ല, അതിൻ്റെ പേരിൽ കൊലപാതകവും പാടില്ല എന്ന്. അപ്പൊ ഇതിനെ ഇസ്ലാം എങ്ങനെയാണ് പരിഹരിച്ചത്? സ്ത്രീകൾക്ക് കൂടുതൽ സ്ഥാനവും പദവിയും ദീനിൽ നൽകിക്കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ ചെയ്തിയെ പരിഹരിച്ചത് എന്നാണ്. അപ്പൊ അതിനെ
കൊല്ലുന്നിടത്ത് നിന്നും വളർത്താനുള്ള മോട്ടിവേഷനാണല്ലോ ആദ്യം നൽകേണ്ടത്. കൊല്ലുന്നിടത്ത് നിന്നും വളർത്താനുള്ള, അതിനാണ് പറഞ്ഞത് ആർക്കെങ്കിലും പെൺകുട്ടികൾ 3 എന്ന് പറഞ്ഞു, പിന്നെ അതിനെ ചോദിച്ചപ്പോൾ 2 എന്ന് ചുരുക്കി. ഇനി 1 എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ലജ്ജ മൂലം ഞാൻ ചോദിച്ചില്ല എന്നാണ് ആ സ്വഹാബി പറഞ്ഞത്. 3 പെൺകുട്ടികൾ ഒരാൾക്കുണ്ടാവുകയും എന്നിട്ട് ആ പെൺകുട്ടിയെ നല്ല തർബിയത്ത് നൽകി നല്ല ചിട്ടയോടെ വളർത്തി നല്ല രൂപത്തിൽ വിവാഹം കഴിച്ചേൽപ്പിച്ചാൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിലാണ്. അപ്പോൾ അതാണ് 2 എന്ന് ചോദിച്ചു. അപ്പോഴും 2 1 എന്ന് ചോദിച്ചില്ല. അപ്പം അതിൻ്റെ മറുപടിയായിട്ട് മുഹദ്ദിസുകൾ പറയുന്നത് 1 ഒരാളാണെങ്കിലും ഈ പറഞ്ഞ ദീനിയായ നിഷ്ഠയോടെ അള്ളാഹുവിനോടുള്ള ഭയത്തോടെയും തഖ്വയോടെയും വളർത്തി നല്ല രൂപത്തിൽ വിവാഹം കഴിച്ചയപ്പിച്ചാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പിച്ചതും ആ രൂപത്തിലായിരുന്നു. അവർക്ക് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ പുരുഷ പക്ഷമാണ് ഖുർആനിലെ ആയത്തുകൾ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ വരുത്തുന്നുണ്ട്. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണെന്ന്. യാ അയ്യുഹല്ലദീന ആമനു എന്നേ കാണുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു, കാരണം അത് സ്ത്രീക്കും പുരുഷനും ബാധകമായതുകൊണ്ടാണ്. അല്ലയോ സഹോദരങ്ങളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സഹോദരങ്ങളിൽ ആരൊക്കെ ഉണ്ടാവും? സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരൻ മാത്രമേ ഉണ്ടാവുള്ളൂ, സഹോദരി ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലെയാണ് അറബി ഭാഷയുടെ പ്രത്യേകത ആ രൂപത്തിലാണ്. പക്ഷേ സ്ത്രീകളോട് മാത്രം പറയേണ്ടടുത്ത്, പ്രത്യേകമായി പറയേണ്ടടുത്ത് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് വിശദീകരിക്കുന്ന ഇടങ്ങളുണ്ട്. വിശ്വാസികളായ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന ആയത്തുകൾ കാണാം. അപ്പം അങ്ങനെ സ്ത്രീകളോട് പ്രത്യേകമായി പറയേണ്ടടുത്ത് പ്രത്യേകമായി തന്നെ പറയുകയും പൊതുവായി പറയേണ്ടടുത്ത് പുല്ലിംഗ പ്രയോഗവുമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ തന്നെ ഒരു ശൈലി. അത് അറബി ഭാഷയുടെ ശൈലിയാണ്, പ്രത്യേകതയാണ്. അപ്പൊ എങ്ങനെ ഇവിടെ ചോദിക്കുന്ന ആരോടാ? വൈദൽ മൗഊദത്തു സുഇലത്, വഅദ എന്നാണ് പദം, കുഴിച്ചു മൂടുക. മൗഊദത്ത് കുഴിച്ചു മൂടപ്പെട്ടവൾ എന്നാണ്, സ്ത്രീലിംഗമായിട്ടാണ്. സുഇലത് അവളോട് ചോദിക്കപ്പെടും. എന്തിനാണ് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കുന്നത്? കുഴിച്ചു മൂടിയവരോട് ചോദിച്ചാൽ പോരെ. ചോദ്യം എന്താണ്? ബി അയ്യി ദംബിൻ ഖുതിലത്, എന്ത് തെറ്റാണ് നിന്റെ കൊലപാതകത്തിന് കാരണം? നീ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം എന്ത് തെറ്റാണ്? എന്തായിരിക്കും? കൊലപാതകിയോട് ചോദിക്കാതെ പെൺകുട്ടിയോട് ചോദിക്കുന്നു, കുഴിച്ചു മൂടിയ മാതാപിതാക്കളോട് ചോദിക്കാതെ. മാതാപിതാക്കളുടെ മുന്നിലുണ്ടാവും, അവരെയും നിർത്തും, കുഴിച്ചു മൂടിയ ആളുകളെയും നിർത്തും, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളെയും നിർത്തും. എന്നിട്ട് അവരോടാണ് ചോദിക്കുന്നത്, എന്ത് തെറ്റിൻ പേരിലാണ് നീ കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കും. ഒരു നിസ്സഹായതയായിരിക്കുമല്ലോ. ആ നിസ്സഹായത ഈ പറഞ്ഞ രക്ഷിതാക്കൾ നേരെ കാണണമെന്നാണ്. നേരെ അവർ ആ കുട്ടിയുടെ ഈ പറഞ്ഞ വർത്തമാനവും അവരുടെ നിസ്സഹായതയും അവരുടെ നിഷ്കളങ്കതയും അത് നേരെ കാണുന്നത് തന്നെ അവർക്കുള്ളൊരു ശിക്ഷയാണ്. പക്ഷേ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു ചിന്താഗതിയെ ഖുർആൻ ഇങ്ങനെ എടുത്തു പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? എടുത്തു പറയുന്നതിന്റെ കാരണം ഇങ്ങനെ ഒരു ചിന്താഗതി. കാരണം പെൺകുട്ടി കുഴിച്ചു മൂടപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഈ കൊന്നയാളുകളാണല്ലോ പരലോകത്ത് സമ്മേളിക്കുന്നത്. കൊല്ലപ്പെട്ട കുട്ടികളും അവിടെ സമ്മേളിക്കുന്നു. ഇങ്ങനെ ഒരു പരലോകം ഇല്ല എന്നതാണ് അവരുടെ കാഴ്ചപ്പാട് എങ്കിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകൾ അവർക്ക് എപ്പോഴാണ് നീതി ലഭിക്കുക? കൊല്ലപ്പെട്ട കുട്ടികൾക്കുള്ള നീതി എപ്പോഴാണ് ലഭിക്കുക? അവരിങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഇവരിങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കൊല്ലുന്ന ആളുകൾ അവരുടെ ഭൗതിക താല്പര്യങ്ങളും ഭൗതിക ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് കൊലപാതകം നടത്തുന്നത്. തീർത്തും ഭൗതികമാണ്. അപ്പം അങ്ങനെ കൊല്ലപ്പെട്ട ആളുകളുടെ നീതി ലഭ്യമാകുന്നത് പരലോകത്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾക്ക് നാളെയാണ് നീതി കിട്ടുള്ളൂ പരലോകത്ത്. അത് നേരെ അവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചുകൊണ്ടായിരിക്കും അള്ളാഹു ആ പരീക്ഷണം അല്ലെങ്കിൽ ആ രംഗം പൂർത്തിയാക്കുക. അപ്പോൾ എന്തായാലും ഈ കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾക്ക് നീതി കിട്ടണം, ആ കുഴിച്ചു മൂടിയ ആളുകൾക്ക് ശിക്ഷയും ലഭിക്കണം. അപ്പോഴും നേരത്തെ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ വന്ന് പറഞ്ഞ ഈ രൂപത്തിലാണ്, എനിക്കൊരു
മകളുണ്ടായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴൊക്കെ തുള്ളിച്ചാടി എൻ്റെ അടുക്കിലേക്ക് വരുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ടു പോയി. വളരെ അകലെ ഒരു പൊട്ടക്കിണർ കണ്ടു, അതിലേക്ക് അവളെ വലിച്ചെറിഞ്ഞു. അപ്പോഴും നിലവിളിച്ചത് എന്ത് പറഞ്ഞിട്ടാ? ഉപ്പ ഉപ്പ എന്ന് വിളിച്ചിട്ടാണ് നിലവിളിച്ചത് പോലും. എന്നിട്ടത് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നബിയെടുത്തു എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കരഞ്ഞു എന്നാ, റസൂലും കരഞ്ഞു. എന്നിട്ടത് വീണ്ടും പറയാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു പിതാവിൻ്റെ ആ ഒരു അവസ്ഥ ആലോചിക്കണമല്ലോ. കൊല ചെയ്ത വലിച്ചെറിഞ്ഞ ആ പിതാവിൻ്റെ അവസ്ഥ വീണ്ടും അങ്ങനെ 2-3 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയിപ്പിച്ചു എന്നാണ്. അയാൾ കരഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും താടിരോമങ്ങൾ കുതിരുന്നത് വരെയും കരഞ്ഞു. വിശ്വാസിയായിട്ടാണ് അയാൾ നബിയുടെ അടുക്കിലേക്ക് വന്നത്. എന്നിട്ടത് വളരെ പ്രയാസത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ ഇതോടുകൂടി ദീനിൽ വന്നതോടുകൂടി അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യണം. ഇസ്ലാം മുമ്പ് ചെയ്ത പാവങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണല്ലോ. ചിലത് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പറയുന്ന ചില റിപ്പോർട്ടുകളുമുണ്ട്. കുഴിച്ച് മകളെ കുഴിച്ചു മൂടിയെന്ന് പറയുന്ന റിപ്പോർട്ടുകളൊക്കെ ചിലതുണ്ട്. അപ്പൊ ഇങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന നിലനിന്നിരുന്ന ഇത്തരം വ്യവസ്ഥിതിയെ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, വിചാരണ ചെയ്യപ്പെടുന്നതാണ്. എല്ലാ തിന്മകൾക്കും ഒരു നീതി വേണം. അനീതിക്ക് നീതി സംജാതമാകുന്നിടത്താണ് ലക്ഷ്യം പൂർത്തിയാകുള്ളൂ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുള്ളൂ എന്നുള്ളൊരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകളിലൂടെ സമൂഹത്തിന് നൽകുന്നതാണ്. അപ്പോൾ പരലോകം വിചാരണ എന്ന് പറയുന്ന ഒന്ന് സംജാതമാകുന്നില്ല എങ്കിൽ, മഹ്ശർ ഇല്ല എങ്കിൽ, ഈ പറഞ്ഞ ഇതിനപ്പുറവുമുള്ള തെമ്മാടിത്തരവും ധിക്കാരവും കൊലപാതകവും ഒക്കെ ആര് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും യഥേഷ്ടം ചെയ്യാലോ. അപ്പൊ അതിൽ നിന്നും അവരെ കൈപിടിച്ച് നിർത്തുന്നത് എന്താണ്? പരലോകബോധമാണ്. മഹ്ശറിനെ കുറിച്ചുള്ള, വിചാരണാ ദിനത്തെ കുറിച്ചുള്ള ചിന്താഗതിയാണ് ഇത്തരം തെറ്റുകളിൽ നിന്നും അവരെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ഇത്രത്തോളം ആദരവുകൾ ആ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകി എന്നാണ്. എന്നിട്ടും പക്ഷെ ഇന്നത്തെ അവസ്ഥ ഇപ്പം എന്താന്നുള്ള, വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പോലും നടക്കുന്ന സ്ത്രീധനമായാലും അതിൻ്റെ ആഘോഷങ്ങളായാലും ചിലവുകളായാലും, പറഞ്ഞല്ലോ ദാരിദ്ര്യം ഭയന്നാണ് ആദ്യ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കുഴിച്ചു ഇരുന്നത് എന്നാണ്. ഇന്നിപ്പോൾ സ്ത്രീധനത്തെ ഭയന്നെന്ന് പറയേണ്ടി വരും. അതും ഒരു ഹലാലായ രൂപത്തിൽ, അല്ലെങ്കിൽ എന്തോ ഒരു പൂർണ്ണതയുടെ രൂപം പോലെയാണ്. ഇല്ലാത്തവർ പോലും കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും അല്ലേ? നാട്ടിൽ ഞാൻ ആരാകും, ഇല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഭർത്തൃ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മകളുടെ അവസ്ഥ എന്താകും എന്ന് തുടങ്ങുന്ന പലതരം. കാരണം ഇസ്ലാം വിലക്കിയതൊക്കെ, ഇസ്ലാമിൽ ഇല്ലാത്തതൊക്കെ, അനിസ്ലാമികമായ സംഗതികളൊക്കെ എന്തോ അനുവദനീയമാണ് എന്നുള്ള തരത്തിലാണ് മൊത്തം പ്രചരിക്കുന്നത്. അത് മുസ്ലിങ്ങൾ തന്നെ ഹലാലാക്കി, അവർ തന്നെ അത് ഇനി ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾ പോലും അത് ഹലാലാക്കിയ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്നു, മൗനം പാലിക്കുന്നു എന്നുവെച്ചാൽ ഒരു നാട്ടു നടപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാണ്. ഒന്ന്, വ്യക്തിക്ക് ഒരു തിന്മയെ തിന്മയായിട്ട് ബോധ്യപ്പെടണം, ആ കുടുംബത്തിന് തോന്നണം. മൂന്നാമത്തേത് സമൂഹത്തിന്. ഇത് മൂന്നും തിരിയാത്തിടത്തോളം കാലം ജാഹിലിയ കാലഘട്ടം ഈ കാലഘട്ടവും തമ്മിൽ മാറ്റമില്ലാതാണ്. ഇനി വ്യക്തിക്ക് തോന്നുന്നുണ്ട് എങ്കിലും ആ ഒരു വ്യക്തിയിൽ നിന്നും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും എത്തിപ്പെടണമല്ലോ. അല്ലെങ്കിൽ പിന്നെ വ്യക്തി അതിനനുസരിച്ച് പറ്റുന്നിടത്തേക്ക് പോകേണ്ടി വരും, മാറേണ്ടി വരും, ഹിജറ പോകേണ്ടി വരും. ഒറ്റയ്ക്ക് പോയല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ മദീനയിലേക്ക് ഹിജറ പോയത് ഈ പറഞ്ഞ കുടുംബത്തെയും വിശ്വാസികളാകാത്ത, വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത സർവ്വതും ത്യജിച്ചിട്ടാണല്ലോ ഹിജറ പോയത്. കാരണം ദീൻ സംരക്ഷിക്കണം, ദീനിൻ്റെ നസ്സുകളും ദീനിൻ്റെ കൽപ്പനകളും ഒക്കെ പാലിക്കണം. അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. അതിനുവേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. നേരത്തെ ഹിജറ പോകണമെന്നല്ല, നമുക്കിവിടെ ഹിജറ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഹിജറ പോകാതെ തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം സംഗതികളെ മാറ്റാൻ സാധ്യമാകും. പക്ഷേ ഇറങ്ങണം. അതെ, സിസ്റ്റം മാറിയലാണ്. ജാഹിലിയ സിസ്റ്റമാണ് എന്നാണ് കൊടുത്തത് തിരിച്ചു കിട്ടണമല്ലോ. എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അത് എല്ലായിടത്തും ഉണ്ട് എന്നാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അധിക ബാധ്യതകളോ ഒന്നും, ബാധ്യതകളൊക്കെ പുരുഷന്മാർക്കാണ്. പറയണോ?
ബാധ്യതകളെ കുറിച്ച് അവർ കാരണം വാങ്ങാൻ പറയുന്നത് നിർബന്ധിക്കുന്നതാണ്. അല്ല, അതാണ് ഈ നാട്ടുനടപ്പിന്റെ ഒരു പ്രശ്നമാണ്. നാട്ടുനടപ്പും ശീലങ്ങളും മാറ്റാനുള്ളതാണല്ലോ, മാറ്റേണ്ടതാണെങ്കിൽ മാറ്റാനുള്ളതാണ്. കാരണം ജാഹിലിയ കാലഘട്ടവും നമ്മൾ പറയുന്ന അന്ധകാര കാലഘട്ടവും എന്നൊക്കെയാണല്ലോ അതിന് പറയപ്പെടുക, ജാഹിലിയ അവസ്ഥിതിയാണ്. അപ്പം അതും നമ്മുടെ കാലഘട്ടവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നിടത്തൊരു പ്രശ്നമുണ്ടല്ലോ. ജാഹിലിയ കാലഘട്ടത്തിൽ അവർ സ്വീകരിച്ചു പോകുന്ന നബി ഏതിനൊക്കെയാണോ ഇതിൽ നിന്നത് അതൊക്കെ ഇന്ന് നമുക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പരന്നും അല്ലാതെയും രഹസ്യവും പരസ്യവുമായിട്ടൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് നടമാടിയിരുന്ന ഷിർക്കിന്റെ രൂപങ്ങൾ ഇന്ന് ജാഹിലിയ വ്യവസ്ഥിതിയിൽ നബി പ്രബോധന ദൗത്യം നിർവഹിച്ചപ്പോൾ മക്കക്കാരുടെ ഷിർക്കിന്റെ രൂപങ്ങൾ എങ്ങനെയായിരുന്നു അത് നമ്മുടെ നാടുകളിലുണ്ട്. അവിടുത്തെ വ്യവസ്ഥിതികൾ, സാമൂഹിക വ്യവസ്ഥിതികൾ എന്തൊക്കെയാണോ അതിന്റെ പലതും ഇന്നും നിലനിൽക്കുന്നുണ്ട്. പുതിയ രൂപത്തിൽ, പുതിയ വെർഷനിൽ. തീർച്ചയായും സംശയമൊന്നുമില്ല. അപ്പൊ അതാണ് ഇപ്പോ ഈ സൂറത്ത് നൽകുന്ന സന്ദേശവും ഇതാണ്. അവസാനിപ്പിക്കണം, അപ്പോ അത്ര മതി. അപ്പോ മഹ്ശറിലേക്ക് വരുമ്പോഴുള്ളൊരു പ്രത്യേകത ആണല്ലോ, മഹ്ശറിൽ എന്തായാലും നീതി പൂർണ്ണമാകുന്ന ഇടം ദുനിയാവല്ല, അള്ളാഹുവിന്റെ കോടതിയിലാണ് നീതി പൂർത്തിയാകുള്ളൂ. ഇപ്പോൾ മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാൻ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത. പൊതുവെ എല്ലാം അങ്ങനെ അല്ലെങ്കിലും ഒരു 90-95% രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നം അവർ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ സങ്കീർണമാകും. അപ്പം അതിനൊരു മധ്യസ്ഥൻ വേണം, അതല്ലെങ്കിൽ ഒരു കോടതി വേണം. അപ്പോൾ ദുനിയാവിലുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ, അധർമ്മങ്ങൾ, അത് നീതി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കോടതി പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതി മാത്രമേ ഉള്ളൂ. അതാണ് വല്ലംറു യൗമ ഇതില്ല എന്ന് കഴിഞ്ഞ സൂറത്തിൻ്റെ അവസാനം പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ കരങ്ങളിലുള്ള ആ ദിനം, അന്ന് മാത്രമേ നീതി പൂർത്തിയാകുള്ളൂ. ദുനിയാവിൽ ഒരു കാലത്തും നീതി പൂർണ്ണമാകില്ല. അപ്പം അങ്ങനെ ഒരു നീതി പൂർത്തിയാകുന്ന ഒരു ദിനത്തിൽ താൻ നീതിയുടെ പക്ഷത്താകുമോ അനീതിയുടെ പക്ഷത്താകുമോ എന്നുള്ളിടത്താണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. എന്തായാലും ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ലോകാവസാന ക്രമം ഉണ്ടാകും. ആ പറഞ്ഞ പ്രപഞ്ചത്തിലുള്ള സർവ്വതും തകിടം മറിയും, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെ നാശമടയും, അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ അത് നിർത്തിവെക്കും. അതോടുകൂടി ഭൂമി ജനവാസം ഇല്ലാണ്ടാകും. പിന്നീട് മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയും ചെയ്യും. അവിടെ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും, എല്ലാ മനുഷ്യരും. ഇവിടെ ഒരു ഉദാഹരണം മാത്രമാണ്, ജാഹിലിയ വ്യവസ്ഥിതിയിൽ നിലനിന്നിരുന്ന ഒരു ഉദാഹരണം മാത്രമാണ് ഇതിൽ മൗഊദത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. എല്ലാം ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അവിടെ രക്ഷപ്പെടുക, അവിടുത്തെ ചോദ്യത്തിന് മുന്നിൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് പറയുന്നത് ഖബറിലാണെങ്കിലും അവിടെയും ആ ചോദ്യത്തിന് മുന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റണമല്ലോ, ഉറച്ചു നിൽക്കാൻ. അപ്പൊ ആ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ആ ഉറച്ചു നിൽക്കാനുള്ള ഈമാൻ ഇവിടുന്ന് കരസ്ഥമാക്കിയാലാണ് സാധ്യമാവുള്ളൂ. ആ ഈമാൻ ആർജിച്ചെടുക്കണം. പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചാകണം. അള്ളാഹുവിൻ്റെ വിലക്കുകൾ അറിഞ്ഞു വിട്ടു നിൽക്കണം. അത് നാട്ടുനടപ്പിൽ അനുവദനീയമാകപ്പെട്ടു എന്നത് അള്ളാഹ് അനുവദിച്ചു എന്നതിൻ്റെ മാനദണ്ഡമാക്കരുത്. എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ചെയ്യാം എന്നതിൻ്റെ മാനദണ്ഡമാകരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് മാനദണ്ഡമാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ വിലക്കുകളാണ് വിട്ടു നിൽക്കേണ്ടത്. അപ്പോൾ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി എന്ന് പറയേണ്ട, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഏറ്റെടുക്കാനും വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ് തഖ്വ എന്നാണ്. അപ്പോൾ ആ തഖ്വ ആർജിച്ചെടുക്കുവാൻ പടച്ചറബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും മുക്തി നേടുവാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും പടച്ചറബ് നമ്മളെ തുണയ്ക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും പ്രയാസപ്പെടുത്ത രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ശിഫ ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയവർ, മരണപ്പെട്ടവർ, അവരുടെ കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കുകയും നാളെ നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. അസ്സലാമു അലൈക്കും.